ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ സോമൻ സാർ, ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബെന്നി ജേക്കബ് സാർ, ക്ലബിന്റെ സാരഥികളായ നജീബ് സാർ, ഭാസ്കരൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും പുസ്തകങ്ങളെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഏവർക്കും ഈ വായനാ വർഷാചരണ വേളയിൽ എന്റെ ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ വളരെ ഭംഗിയായി വായനാവാരമായി ആചരിച്ചു വരികയാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നൽകുക എന്ന പി എൻ പണിക്കരുടെ സന്ദേശവും വായനയെ ജനകീയമാക്കാൻ നിരന്തരം പ്രയത്നിച്ച IV ദാസ് എന്ന പ്രഗത്ഭനായ സംഘാടകന്റെ ഓർമ്മകളും പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ അനുസ്മരണ യോഗത്തിനായി ഒത്തുചേർന്നിരിക്കുന്നത്. അക്ഷരങ്ങളിലൂടെയും ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് പ്രചോദനം നൽകിയ ഈ മഹത് വ്യക്തിത്വങ്ങളെയും ഈ നിമിഷത്തിൽ ഞാൻ ആദരവോടെ സ്മരിക്കുന്നു. ഈ സുദിനത്തിൽ നമ്മുടെ ഈ ഒത്തുചേരലിന് വലിയൊരു അർത്ഥതലമുണ്ട്. വായന കേവലം വിനോദമല്ല, മറിച്ച് അത് നമ്മുടെ ചിന്തകളെ ഉണർത്താനും സമൂഹത്തെ നവീകരിക്കാനുമുള്ള കരുത്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. ഈ യോഗത്തിലേക്ക് ഔപചാരികമായ സ്വാഗതം ചെയ്യുക എന്നത് എന്റെ കടമയാണ്. ഒന്നാമതായി ഇന്നത്തെ ഈ യോഗത്തിന് കൃത്യമായ ദിശാബോധം നൽകി അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സോമൻ സാർ അവരുടെ ഈ ചടങ്ങിലേക്ക് തികഞ്ഞ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വായന പക്ഷാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ മഹത് വ്യക്തികളുടെ സംഭാവനകളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരുന്ന മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ബെന്നി ജേക്കബ് സാറിനെ ഏറെ സന്തോഷത്തോടെ റണ്ണേഴ്സ് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പേരിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിനെ മാറ്റിവിട്ടാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ സംഘാടക സമിതിയുടെ പേരിൽ സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി ഡോക്ടർ സോമൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകൻ ഡോക്ടർ ബെന്നി ജേക്കബ് സാർ, അപ്പൊ കൂടുതലായിട്ടൊരു അധ്യക്ഷ പ്രസംഗം ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ചെറിയൊരു കാര്യം, നമ്മുടെ ഈ വായനാ പക്ഷാചരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് IV ദാസ് എന്ന പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനെ പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ IV ദാസിനെ കുറിച്ച് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ ഗ്രന്ഥശാല സംഘത്തോട് അല്ലെങ്കിൽ ഗ്രന്ഥശാലയായിട്ട് ബന്ധപ്പെട്ട അതീവ തൽപരനായിട്ട് വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനൊരു ഏറ്റവും ചെറിയ ഉദാഹരണം എന്ന നിലയില് അദ്ദേഹം ഒരു ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഈ അധ്യാപകനായ സമയത്ത് പോലും ജോലി ഇരുന്നുകൊണ്ട് തന്നെ പുള്ളി ഒരു സായാഹ്ന പത്രം നടത്തുന്ന ആളായിരുന്നു. ഇപ്പൊ സായാഹ്ന പത്രം എന്ന് പറയുമ്പോൾ അതൊന്നും ലാഭകരമായ ബിസിനസ് അല്ല. നമ്മൾ പെട്ടെന്ന് ആയിരിക്കും ഒരു അധ്യാപകൻ ജോലി ചെയ്യുമ്പോൾ വേറെ ബിസിനസ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് ലാഭം തോന്നി പോകാം. പക്ഷെ അന്ന് അദ്ദേഹം നടത്തിയിരുന്ന ഒരു മുഖ്യമായ കാര്യം ഈ സായാഹ്ന പത്രമായിരുന്നു. അപ്പൊ അതൊരു ലാഭത്തെ ഉദ്ദേശിക്കുന്നതല്ല. ഒരു ഗ്രന്ഥശാല സംഘത്തോട്, എഴുത്തുകാരോട് അത്രയും അദ്ദേഹത്തിന് താല്പര്യമാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് പുള്ളിയുടെ ഈ സായാഹ്ന പത്രം നടത്തിയത്. അപ്പൊ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ IV ദാസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബെന്നി ജേക്കബ് സാർ എത്തിയിട്ടുണ്ട്. അപ്പൊ സാറ് കൂടുതൽ വിശദീകരിക്കുന്നതായിരിക്കും. എന്നാൽ ഞാൻ ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. യോഗത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ സോമൻ സാർ,
ആശംസകൾ നടത്തുന്ന JK ഭാസ്കരൻ സർ അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞു ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ജെയിംസ് ജോസഫ് സാർ, സെക്രട്ടറി നജീബ് സാർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നാട്ടുകാരെ, നമ്മൾ എല്ലാ വർഷവും വായനാ പക്ഷാചരണം വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്ന ഒരു വായനശാലകളിൽ പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രം നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പിണ്ടവും 2 ദിവസം എനിക്ക് എന്റെ ശാരീരികമായി തന്നെ ഞാൻ വല്ലാത്ത വിഷമത്തിൽ പെട്ടു. ദിവസം കോളേജിൽ ലീവ് എടുക്കേണ്ടി വന്നു. ആകസ്മികതകൾ നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികൾ ഉണ്ടാക്കുമ്പോൾ കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പൗലോപ്പോലോ പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ലക്ഷ്യങ്ങൾക്കൊത്ത് നമ്മുടെ പ്രപഞ്ചത്തിൽ വരെ മാറ്റം വരുന്നതാണ്. അപ്പോ ഇങ്ങനെ സമാപന ഐവിദാസ് അനുസ്മരണം നടത്തുമെന്ന് പറയുമ്പോൾ അയ്യോ സാർ വിളിച്ച് ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നടത്തിയ ആളുകൾക്ക് നടത്താൻ കഴിയൂ. ആശങ്കകൾ ഞാനും പറഞ്ഞു. ഇത് വന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ എത്രയോ കാലമായി അയ്യദാസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നു. അതിനുവേണ്ടി വേറെ പുസ്തകം വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ആവശ്യമില്ല. അത്രയും കുറച്ച് അദ്ദേഹം മരണപ്പെട്ടത് മുതൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നജീബ് സാറ് പറഞ്ഞു സാറിന്റെ പ്രവർത്തനം മുടക്കരുത്, പക്ഷേ സതീഷ് കുമാർ സാർ തുടങ്ങി വെച്ചത് അത് തന്നെയല്ലേ എന്ന് പറയുന്നു. ഇന്നിപ്പോ നമ്മൾ വേദനപ്പെടുത്തുന്ന മറ്റൊരു സംഭവമാണ് വയനാട്ടിലെ കള്ളാടി. ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേണ്ട വിധം ക്രോഡീകരിക്കാൻ പറ്റാതെ മണ്ണിനടിയിൽ കടയുന്ന മനുഷ്യരുടെ എപ്പോഴാണ് നമ്മൾ വായനയുടെ മഹത്വത്തെ പറ്റി പറയുമ്പോൾ അല്ലെ, മനുഷ്യന്റെ വേദനകളെ അറിയുന്ന മനസ്സിലാക്കുന്ന ഹൃദയത്തിന്റെ ഭാഷയാണ് സാഹിത്യം. അപ്പൊ അതിന് മുന്നിൽ നിന്നിട്ട് നമ്മള് എന്താ പറയാ, അവർക്ക് ഇനിയും നമ്മുടെ പ്രകൃതി പശ്ചിമഘട്ടത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ കേരളം തീരപ്രദേശം, സമതലം, മധ്യസമതലം, കിഴക്കൻ മലയോരം, പശ്ചിമഘട്ട തീരപ്രദേശം അല്ല പശ്ചിമഘട്ട മലമ്പ്രദേശം, ഇത് തമ്മിലുള്ള അകലം പരമാവധി അകലമുള്ളത് 21 കിലോമീറ്ററാണ്. കടൽ തീരത്ത് നിന്ന് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഉയരമുള്ള പ്രദേശത്തേക്കുള്ള ദൂരം. നമ്മുടെ കൊച്ചി കടൽ തീരത്തിന്റെ അവിടെ കൊച്ചി കാരണം ഏറ്റവും കായലും കടലൊക്കെ കൂടുന്നു. അവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് 10 കിലോമീറ്ററാണ്. 10 കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെയും കടലത്തിട്ടേ. അപ്പൊ ആ 10ഉം 19 29 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചാലക്കുടിക്ക് 40 കിലോമീറ്റർ ഉണ്ട്. ഈ മണ്ണ് ഇവിടെ നിൽക്കുന്നത് വളരെ അത്ഭുതകരമാണ്. മാധവ ഗാഡ്ഗിൽ പറഞ്ഞു നിർത്തിയതാണ്, കേരളം ഒരു ഹരിതബോധമില്ലെങ്കിൽ ഇത് തുണ്ടിലുണ്ടായി കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും മാധവ ഗാഡ്ഗിൽ പറഞ്ഞു നിർത്തിയ പ്രശ്നം ഇപ്പോഴും നമുക്ക് ഗൗരവകരമാണ്. പ്രത്യേകിച്ച് വയനാട് മലകളൊന്നും നമുക്ക് വിശ്വാസയോഗ്യമല്ല. ഇത് തന്നെയാണ് മലപ്പുറത്തെ അവസ്ഥയും, ഇത് തന്നെയാണ് നമ്മുടെ പട്ടിക്കാട്, കാട്ടിലപ്പൂർ, കിഴക്കൻ മലയോരത്തെയൊക്കെ പ്രശ്നം. ഈ സമയത്ത് നമ്മൾ ഈ സായാഹ്നം ഐവിദാസ് അനുസ്മരണ പ്രവർത്തനം ആയിട്ട് ഒത്തുകൂടുന്നു എന്നത് ഏറെ സന്തോഷദായകമാണ്. കേരളത്തിൽ രാഷ്ട്രീയപരമായും സാഹിത്യപരമായും ഒരു പുറകോട്ടടിയുടെ വക്കിൽ കൂടിയാണ്. നമുക്ക് ഉന്നത പ്രവർത്തനം നടത്തുന്നു, എ ഗ്രേഡ് തരുന്നു, ലൈബ്രറിയിൽ ഗ്രാന്റ് തരുന്നു, വായനശാലയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ട് തരുന്നു, കോർപ്പറേഷൻ പത്രത്തിന്റെ പൈസ തരുന്നു. ഇതൊക്കെ എത്ര കണ്ട് ഇനി മുന്നോട്ട് പോകും എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമാണ്. ഞാൻ ഇതിനോടൊപ്പം തന്നെ എന്റെ ആരോഗ്യ കാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ടൊരു സമിതിയുണ്ട്, ശിശുക്ഷേമ സമിതി. കുട്ടികൾക്ക് മെഡിക്കൽ കോളേജില് ഇൻസുലിൻ കൊടുക്കുന്നു മുടങ്ങി
തുടങ്ങി ഒട്ടനവധി കലാ ക്യാമ്പുകൾ, സാഹിത്യ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു ജില്ലാതല കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. കഴിഞ്ഞ ദിവസം അതുപോലും വേണ്ടവണ്ണം പരിഗണിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഓരോ ദിവസവും നടക്കുക. ഇനി ഇത് ഉദ്യോഗസ്ഥന്മാരാൽ നിയന്ത്രിതമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് മാറും. വലിയ താമസമില്ല. ഭരണകൂടമാണെങ്കിൽ ഇതിനെ കേവലം അലങ്കാരികമായി കാണാനാണ് ഇഷ്ടം. അല്ലാണ്ട് ഇതിന്റെ ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞില്ലേ, വയനാട് ഇന്നും നാളെയായിട്ട് കൂടുതൽ ആളുകൾ മരണപ്പെട്ടാൽ നമുക്ക് നോക്കി നിൽക്കാനും കരയാനേ പറ്റൂ. ഭരണകൂടത്തെ വേണ്ടവണ്ണം ചലിപ്പിക്കാനോ അതിന് കോർഡിനേറ്റ് ചെയ്യാനോ അവിടെ ആളുകൾ എത്തിപ്പെടാനില്ല. അന്ന് ഉദ്ഘാടനത്തിന് കുറെ ആളുകളുണ്ടാവും. ഇതൊരു എന്താ പറയുക, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു സത്യമാണ്. എന്തായാലും ഞാൻ ആ രാഷ്ട്രീയ വശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. മതചിന്തയും സങ്കുചിത മതചിന്തയും അല്ലെ മുമ്പില്ലാത്ത വണ്ണം സാമുദായിക മതസംഘടനകളെല്ലാം ഇപ്പോൾ വളരെ ജാഗരൂകരാണ്. പത്രമൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ അമല മെഡിക്കൽ കോളേജിലെ നഴ്സുമാരുടെ സമരം തീരുന്നില്ലല്ലോ. എന്താ തീരാത്ത? ഭരണകൂടത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മത മേലധ്യക്ഷന്മാർ നെഗോഷിയേറ്റ് ചെയ്യാണ്. ഇത് എല്ലാ മതസംഘടനകളിലും ഇത് പ്രകടമാകാൻ പോവുകയാണ്. ഈ സമയത്താണ് ഐവിദാസ് അനുസ്മരണം ശ്രദ്ധേയമാകുന്നത്, പ്രസക്തമാകുന്നത്. ഇദ്ദേഹം പാനൂരാണ് ജനിക്കുന്നത്. സാമാന്യം പ്രാമാണിക സമുദായത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ നല്ല അവിടുന്ന് വാഗ്ഭടാനന്ദന്റെ രീതികളാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത്. ഇദ്ദേഹം 18 വയസ്സിൽ തന്നെ ആദ്യത്തെ പുസ്തകം ഇറക്കിയിരുന്നു. PhD പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് പുസ്തകം രചിച്ചാണ്. തിരുവിതാംകൂറിൽ PN പണിക്കർ എങ്ങനെയാണോ വായനശാലകളെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത്, അതുപോലെ തന്നെയാണ് ഐവിദാസ് മലബാറിൽ ഗ്രാമീണ ഗ്രന്ഥശാലകളെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. സമൻ സാർ പറഞ്ഞു, പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. അതേസമയം അദ്ദേഹം പതുക്കെ വളർന്ന് ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായി പ്രവർത്തിച്ചു. ആ കാലത്താണ് അദ്ദേഹം വളണ്ടറി റിട്ടയർമെന്റ് എടുക്കുകയും പൂർണ്ണസമയ പാർട്ടിയുടെയും സാംസ്കാരിക രംഗത്തും നിറഞ്ഞു. അദ്ദേഹം 2 തവണ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂര് കേരള സാഹിത്യ അക്കാദമിയിൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 20ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. ഒരുപാട് പുസ്തകങ്ങൾക്ക് അദ്ദേഹത്തിന് അവാർഡുകൾ, PN പണിക്കർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഉറുപ്പിന്റെ പേരിലുള്ള വജ്രസൂചി അവാർഡ് കിട്ടിയിട്ടുണ്ട്. മലയാള സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയാനും പുസ്തകം പറയാനല്ല, അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകൾ, സമീപനങ്ങൾ അതെടുത്തു പറയേണ്ടതാണ്. അതിലൊന്ന് പ്രതിപക്ഷ ബഹുമാനമാണ്. അദ്ദേഹം രൂപീകരിച്ച ഗ്രന്ഥശാലയിൽ ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് പുസ്തക അല്ലെങ്കിൽ വായനശാല അഭിവൃദ്ധി ഭിക്ഷ എന്ന് പറയാൻ നമുക്ക് അത് വളരെ എന്താ പറയാ, ഭിക്ഷ എടുക്കുന്നു എന്ന് വളരെ എന്താ പറയാ, ഏറ്റവും ജീവിക്കാൻ പറ്റാത്ത ആൾക്ക് ചെയ്യുന്ന ഒരു ദാനമായി കണ്ടിരുന്ന കാലത്താണ് വായനശാലകൾക്ക് വേണ്ടി ഭിക്ഷ എന്ന മലബാറിനെ മുഴുവൻ ജനിപ്പിച്ച ഒരു ജാഥ സംഘടിപ്പിക്കുന്നു. മറുപക്ഷത്തുള്ള പലരും അത് സ്വീകരിച്ചു. ഇദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം അതാണ്. ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം യാത്ര പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രന്ഥശാല പ്രവർത്തകർ ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കും. അവര് രോഗക്ലേശങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർ പോയി കാണും. മരണപ്പെട്ടവരാണെങ്കിൽ ആ മരണപ്പെട്ട വീടുകളിൽ അദ്ദേഹം പോകാൻ സമയം കണ്ടത്. അദ്ദേഹത്തിന്റെ സവിശേഷമായ ഗുണം സംഘാടകനാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണാൻ കണ്ണുള്ള ആളാണ്. ഇപ്പൊ അകന്നുപോയി ജനങ്ങൾ എന്നൊക്കെ പറയുന്നില്ലേ, അകന്നുപോയി എന്ന് പറയുന്നത് ഈ സദ്ഗുണങ്ങൾ
നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നു എന്നതാണ് സൂചന. ആ സദ്ഗുണങ്ങൾ തിരിച്ചു പിടിക്കാൻ വായനശാലകളെ പ്രാപ്തി വരുത്താനാണ് ഈ ദിനങ്ങളുടെ ആചരണത്തിന്റെ ഒരു രീതി. ഈ ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ പരിചയപ്പെടുന്നതിൽ ഒരാളാണ് ഇദ്ദേഹം. രോഗികൾക്ക് സഹായം, പലകാല അതൊക്കെ മാഫിയാണ് ഇപ്പൊ ഇത് ചെയ്യണേ. ആരൊക്കെ എന്തൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വൈമുഖ്യം കാണിക്കുന്നുവോ അവിടെ ഇപ്പൊ മാഫിയാണ്. ഇപ്പൊ ഹാർട്ടിൽ അതൊരു കുട്ടിക്ക് ചാലഞ്ചുകൾ ഉണ്ടാക്കുന്നത് ആരാ? ആ കുട്ടിയുടെ രക്ഷകർത്താവോ അവിടുത്തെ ജീവകാരുണ്യ സമിതികളൊന്നല്ല. ചെന്നാൽ എടുക്കുകയാണ് ഒരു ആള്. 20% ലാഭം എടുക്കുന്നവരുണ്ട്, 40% ലാഭം എടുക്കുന്നവരുണ്ട്, ബാക്കി പണം മുഴുവൻ മുളകടിക്കുന്നവരുണ്ട്. ജീവകാരുണ്യം എന്ന് പറഞ്ഞപ്പോ സാധാരണക്കാരന് പ്രാപ്യമല്ലാത്ത ഒന്നാണ്. പാലിനും പണം കൊടുക്കും, വിശ്വസിക്കൂ. എന്തായാലും ജീവകാരുണ്യത്തിന് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ വായനശാല പ്രവർത്തനങ്ങളെ കരുതപ്പെടുന്ന സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് കോൺഗ്രസ് ആയിരുന്നു, KPCയുടെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലത്തെ ബന്ധങ്ങൾ പിന്നീട് സംഘടനാ കോൺഗ്രസിന്റെ കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായി. പിന്നീട് ആണ് അദ്ദേഹം മലബാറിലെ തലമുതിർന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുമായി വരുന്ന സൗഹൃദവും പിന്നീട് അദ്ദേഹത്തിന്റെ വായനയും എഴുത്തും പഠനവും ആണ് ഇടതുപക്ഷ ആശയങ്ങളിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഞാൻ അതിന്റെ സവിസ്തരമായ കാര്യങ്ങൾ പറയുന്നില്ല. കഴിഞ്ഞ തവണ മുമ്പത്തെ തവണ എന്തുകൊണ്ട് PD ഡിവിഷൻ വന്നത് കഴിഞ്ഞ തവണയാണ്, മുമ്പത്തെ തവണ PD ഡിവിഷന്റെ കൂടെ സാഹിത്യ അക്കാദമിയിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച അനുഭവങ്ങൾ അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഫേസ്ബുക്ക് വായിക്കുന്ന ആളുകളായിരുന്നു. PD ഡിവിഷനെ ലൈക്ക് ചെയ്യണമെന്നില്ല, അത് നോക്കിയിട്ട് ഒരു വായിച്ച അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഈ പറഞ്ഞതിന്റെ പരിപ്രേക്ഷ്യമായി നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നത്. സംഘാടകൻ, പത്രപ്രവർത്തകൻ, സന്നദ്ധ പ്രവർത്തകൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ, അധ്യാപകൻ, പ്രഭാഷകൻ, ഗ്രന്ഥകർത്താവ് ഇത്യാദി ഗുണങ്ങൾ ഒരാളിൽ തന്നെ സമ്മേളിച്ചിരിക്കുന്നു എന്നതാണ് IV ദാസിന്റെ ശ്രദ്ധേയമായ വ്യക്തിത്വത്തിന്റെ കാരണം. നമുക്ക് ചില കഴിവുകൾ ചിലർക്ക് ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടി ഒരാളിൽ സമന്വയിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രാധാന്യം. PN പണിക്കരോളം തന്നെ അല്ലെങ്കിൽ PN പണിക്കറിന്റെ അടുത്ത് തന്നെ ആണ് IV ദാസിന്റെയും ഇടം കേരളത്തിൽ സാംസ്കാരിക രംഗം. മലബാറിലൊന്നും വായനശാലകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പീഡികളുടെയും കടകളുടെയും ഒക്കെ കോലായിലാണ് അല്ലെങ്കിൽ ഉമ്മറത്താണ് ഈ വായനശാലകൾ പ്രവർത്തിച്ചിരുന്നത്. AK ഗോപാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ തന്നെ പറയാറുള്ളൊരു കാര്യമാണ്, ദിനേശ് BD കമ്പനി ആരംഭിക്കുകയും അവർക്ക് അത്ര വർഗബോധമോ ആശയങ്ങളെ കുറിച്ചുള്ള ധാരണയോ ഇല്ലാത്ത കാലത്ത്, വായിക്കാൻ അറിയാത്ത കാലത്ത് അവിടെ ഒരാളുകളെ ജോലിക്കാരനായി നിയമിച്ചിരിക്കുകയാണ്. BD തീർക്കുന്ന ആളുകൾക്ക് പത്രം വായിച്ചു കൊടുക്കാൻ ഉറക്കെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്, പത്രം വായിച്ചു കൊടുക്കാൻ. ഇപ്പൊ നമ്മുടെ ചായപ്പിടികളൊക്കെ, പഴയ ചായപ്പിടികളിലൊക്കെ പത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ പത്രം വായിക്കാൻ ഒരാള്, ചർച്ച ചെയ്യാൻ ഒരാള്, അതിന് മേമ്പടി പറയാൻ ഒരാള്, എത്രയോ ഇപ്പോ അതൊക്കെ രണ്ടാമത് ഉയർത്തുന്നതിന് വരുന്നുണ്ട് കേട്ടോ. ചായപ്പിടികൾ ഉയർത്തേണ്ടിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ചെറുപൂരിന്റെ പണ്ട് ചായപ്പിടിയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ സ്വാമിയുടെ ചായകൾ വന്നു, നല്ല തിരക്കുണ്ട്. അതിന് പിന്നില് ചായകൾ വന്നു. ഇപ്പോ നമ്മുടെ പെരിങ്ങാവില്, മേലെ പെരിങ്ങാവില് ചായകളൊക്കെ നല്ല തിരക്കാ, നിൽക്കാനായിരുന്നു. പക്ഷെ പത്രമൊന്നുമില്ല, വായനയില്ല, സംസാരമില്ല. ചിരിക്കണമെങ്കിൽ തന്നെ വലിയ ഇൻഷുറൻസ് വെച്ച പോലെയാണ് ചിരിക്കുന്നത്. ഇനി ഇയാൾ വണ്ടി എടുത്ത് പോകുമ്പോ അറ്റാക്ക് വരുമെന്ന് സംശയമുണ്ട്. അതാണ് സ്ഥിതി. നമുക്ക് 5000 ഫ്രണ്ട്സ് ഉണ്ട് FBയില്, ഒരു ആവശ്യത്തിന് ആളുണ്ടാവില്ല. അയാൾക്ക് നേരിട്ട് അറിയില്ല. അടുത്ത് നിൽക്കുന്ന ആൾ അയാളെ കൂട്ടുകാരനാവും, ചിലപ്പോൾ നേരിട്ട് അറിയില്ല. ഈ സമയത്താണ് ഇതിന്റെയൊക്കെ അനിവാര്യത, പൊതു ഇടങ്ങളുടെ അനിവാര്യതയാണ് IV ദാസ് സ്മരിക്കുന്നത്. പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ വായനശാലകളാവാം, ആൽത്തറകളാവാം, ചായപ്പീടിയുടെ തിണ്ണകളാവാം. ഈ പൊതു ഇടങ്ങൾ ഇല്ലാതാവുന്നതോടുകൂടി മനഃശാസ്ത്രപരമായും മനുഷ്യൻ ഒറ്റപ്പെടുന്നതിന്റെ ചില സൂചനകളുണ്ട്.
മനഃശാസ്ത്രപരമായി മനുഷ്യൻ ഒറ്റപ്പെടുന്ന സൂചനകൾ മറികടക്കാൻ ഈ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായിരിക്കും എന്ന് പറയാണ്. ഞാൻ ഇത്രയും കടലാസൊന്നും നോക്കാതെയാണ് പറഞ്ഞത്. കടലാസില് പറയേണ്ടത് പോകരുതല്ലോ, അതുകൊണ്ട് കടലാസൊന്നും നോക്കി പറയാം. EMS ജീവിതവും ചിന്തയും എന്നുള്ള പ്രധാനപ്പെട്ട പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് 2 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല മതവിശ്വാസ സാധ്യതകളുള്ള ആളായിരുന്നു. അദ്ദേഹം ജനിച്ച വീട്ടിലും ആ രീതിയിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ പഠിക്കുകയും പിന്നീട് ഇടതുപക്ഷ ആശയങ്ങളെ പഠിക്കുകയും ഇത് സമന്വയിപ്പിക്കാൻ എന്താണ് മാർഗം എന്ന് പറയും. അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട്, എല്ലാ മതങ്ങളിലും ആശയം ഒന്നാണ്, പക്ഷെ ഒരു വ്യത്യാസമാണ് ഉള്ളത്, ഈ അനാചാരങ്ങളിലാണ് അതിന് വ്യത്യാസം കൊണ്ടുകൊടുക്കുന്നത്. മതങ്ങളിലെ അനാചാരങ്ങളിലാണ് അത് വിശ്വാസമായി കൂടിക്കൊടുക്കുന്നത്. ഇദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, താങ്കൾ ഈ യുക്തിവാദിയാവും പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്, എന്തായിട്ടൊരു കാര്യം ചോദിച്ചു. താൻ എന്ത് മതവിശ്വാസിയാണ്? അപ്പൊ ഞാൻ ഇന്ന മതവിശ്വാസം. താനും ഞാനും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാനും താനും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ എന്താണ് എന്ന് ചോദിച്ചു. താൻ ഹിന്ദു മതവിശ്വാസിയാണോ? അതെ. അപ്പൊ താൻ മറ്റുള്ള മതങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അയാൾ വിശ്വസിക്കുന്നില്ലല്ലോ. ക്രിസ്ത്യൻ മതത്തെയും മുസ്ലിം മതത്തെയും സിഖിനെയും പാർസിനെയും ജൈനെയും ഒന്നും വിശ്വസിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെന്നില്ലേ നിങ്ങൾ? ഉണ്ടെങ്കിൽ അത് ആ വിശ്വാസിയായി മാറിയില്ലേ? ഇനി ഒരു മുസ്ലിം മതവിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ പറയുന്നത് എനിക്ക് ആ മതത്തിലാണ് വിശ്വാസം, മറ്റു മതങ്ങളിലൊന്നും ഞാൻ ആ ഒരു വിശ്വാസം കൂടി ഇല്ലാതാക്കി. അത്രേ ഉള്ളൂ. ഞാൻ ആ ഒരു വിശ്വാസം കൂടി ഇല്ലാതാക്കി. നിങ്ങൾ ഞാൻ തമ്മിൽ വളരെ കുറഞ്ഞ അകലമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം സമർപ്പിച്ചത്. നിങ്ങൾ 7, 10, 12 മതങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ മതം സ്വീകരിച്ചു. ആ നിങ്ങൾ ഉപേക്ഷിച്ചതിന്റെ കൂടെ ഞാൻ ഇയാളും കൂടി ഉപേക്ഷിച്ചു. അത്രേ ഉള്ളൂ. യുക്തിപരമായി മാർക്സിസത്തെ, മതാചാരങ്ങളെ അല്ലെങ്കിൽ മതനിഷ്ഠ വിശ്വാസങ്ങളെ എങ്ങനെയാണ് കണ്ണിച്ചേർക്കേണ്ടത്? അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമാണ് ഭാരതീയ ദർശനം. ഇപ്പൊ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടായാൽ അത് വായിക്കുന്നതും ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. മതം, യുക്തി, സമൂഹം, നവോത്ഥാനവും കേരളവും, കേരളത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യം, ഇങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. വായനയെ പറ്റി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്, വായനയും സംസ്കാരവും എന്നൊരു പുസ്തകവും. നമ്മൾ ഈ ഇങ്ങനെ ആഴ്ചകളിലും 2 ആഴ്ചയൊക്കെ നടത്തുന്ന ഈ കാര്യങ്ങൾ പുസ്തക ചർച്ചകളിലേക്ക് കൂടി വികസിപ്പിച്ചാൽ ഇത് കുറച്ചുകൂടി നമുക്ക് പരിചിതമാകും. ആനുകാലിക പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. നമ്മുടെ സാഹിത്യകാരന്മാരുടെ ഒരു പ്രത്യേകത, ഗ്രന്ഥകാരന്മാരുടെ പ്രത്യേകത, അവർ 20, 30 ആണ്ട് മുമ്പ് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിനേക്കാൾ ഭാവനാത്മകമായി ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോ ഈ അംബികാസുന്ദരൻ മാങ്ങാടിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമായിരുന്നു ഈ ഓക്സിജനുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് 25 കൊല്ലത്തെ പഴക്കമുണ്ട്. പക്ഷെ കോവിഡ് കാലത്താണ് 65 വയസ്സുകാരനാണോ മാസ്ക് കൊടുക്കേണ്ടത്, 12 വയസ്സുകാരനാണോ മാസ്ക് കൊടുക്കേണ്ടത് എന്ന തർക്കം വരുന്നത്. വികസിത രാജ്യങ്ങൾ തീരുമാനിച്ചത് എന്താണെന്നറിയും? 65 വയസ്സുകാരന് മാസ്ക് കൊടുക്കേണ്ടതെന്നും 12 വയസ്സുകാരന് മാസ്ക് കൊടുക്കാനാണ്. അവന് മരണം വിധിക്കപ്പെടുകയാണ്. നമ്മൾ അത്രയും ആശങ്കയൊന്നും പോകേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ, നമ്മൾ എത്ര സമ്പാദിച്ചു വെച്ചാലും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനുണ്ടാവില്ല. നമ്മുടെ കർമ്മങ്ങളും ചേന്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ ദർശനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും മാണ് ഇവിടെ അവശേഷം. സതീഷ് സാർ വിട്ടുപോയാലും നമ്മൾ ഇന്ന് വിട്ടുപോകാതിരിക്കുന്നത് ഇതുകൊണ്ടാണ്, ചേന്തികളെ കൊണ്ടാണ്, കർമ്മങ്ങളെ കൊണ്ടാണ്, അദ്ദേഹം നൽകിയ സംഭാവനകളെ കൊണ്ടാണ്. എത്ര നാള് ആലോചിക്കും നമ്മൾ ഒരാളെ പറ്റി? എത്ര നാൾ ആലോചിക്കും? 7 ദിവസം, 40 ദിവസം, 2 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം, 15 കൊല്ലം കഴിഞ്ഞാൽ മക്കള് തന്നെ പൂർണ്ണ അർത്ഥത്തിൽ മറക്കും. അപ്പോഴാണ് നമ്മൾ EMSന്റെ കഥ വീണ്ടും വീണ്ടും പറയുന്നത്. എന്താ മറക്കാത്തത്? AKG പറ്റി മറക്കാത്തത്? അവർ സമൂഹത്തിന് ചെയ്ത ചെയ്തികളാണ്, നയപരമായ വ്യത്യാസങ്ങളാണ്, സാംസ്കാരിക നവീകരണമാണ്. ഞാൻ നിർത്തുകയാണ്.
അദ്ദേഹത്തിന് അക്ഷര പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കാലിക്കറ്റ് ദിവ്യസുഹൃത്തിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് കേന്ദ്രമായി അനവധി സാംസ്കാരിക സംഘടനകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഏറ്റവും നല്ല പ്രവർത്തന കാലം എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായ കാലവും സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായ കാലവുമാണ്. ശരിക്കും ആ കാലങ്ങളുടെ ഇടയിലാണ് അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹം 78 വയസ്സിലാണ് മരിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1932 78ാമത്തെ വയസ്സിൽ ഒരു ഒക്ടോബർ 30 2010 അദ്ദേഹം മരണമടയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. അത് നമുക്ക് ഒരു മാതൃകയായി സ്വീകരിക്കാം. നമ്മുടെ ഗ്രന്ഥലോകം അതിന് കണ്ടുകൊടുത്തിട്ടുണ്ട്. വിവിധ മാസികകളുടെ വായനയും ഇപ്പൊ കുറഞ്ഞു വരുന്നൊരു കാലമാണ്. ആനുകാലിക വായന കൂടി പ്രസക്തമാകേണ്ട കാലമാണ്. ഇപ്പോ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ശാസ്ത്രഗതി എന്ന് പറയുന്നത് കേരള ശാസ്ത്ര പരിഷത്തിന്റെ മാസികയാണ്. ഇപ്പൊ അവര് കൊടുത്ത ഒരു ഇക്കൊല്ലത്തെ തീം, ഈ മാസത്തെ തീം സംഗീതമാണ്. സംഗീതം മനുഷ്യര് എന്തൊക്കെ വ്യതിയാനങ്ങൾ വരുത്തുന്നു. അപ്പൊ ഈ സാമൂഹിക മാസികകൾ കൂടി നമ്മുടെ ലൈബ്രറിയിൽ ഉൾപ്പെടുത്തുകയും അതിന്റെ ചർച്ചയും ഒക്കെ നടത്തുന്നത് അത് വളരെ ശ്രദ്ധേയമാണ്, ശ്ലാഘനീയമാണ്. ഞാൻ നിർത്തുകയാണ്. എനിക്ക് 1-2 തിരക്കുകൾ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു വായനാ കൂട്ടായ്മയുണ്ട് ഓൺലൈനായിട്ട്. അതിന്റെ ഒരു ഗൂഗിൾ ഫോം പരീക്ഷ ഇന്നാണ് എന്റെ മുന്നിൽ തുറന്ന് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് വിളിച്ചപ്പോൾ തന്നെ അത് പറഞ്ഞിരുന്നു. അതാണ് നിരന്തരമായി വിളിക്കുന്നു. ഒരിക്കൽ കൂടി ഫിറ്റ്നസ് ലഭ്യയുടെ ഭാരവാഹികളോട് സ്നേഹം, സതീഷ് സാറിന്റെ കർമ്മങ്ങൾ നമ്മൾ സ്മരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനിയും നമുക്ക് ഈ വഴി നല്ലതാക്കി മനോഹരമാക്കി മാറ്റാം. ആശംസകളാണ്. അതിന് KK ഭാസ്കരൻ അവരുടെ ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ സോമൻ സാർ, അതുപോലെ തന്നെ ഈ ഐവിദാസ് അനുസ്മരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലണ്ടൻ ലൈബ്രറിയുടെ അഭ്യുദയകാംക്ഷി കൂടിയായിട്ടുള്ള ഡൽഹി മാസ്റ്ററാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ അദ്ദേഹം ജെയിംസ് സാറ് എന്നെ വിളിക്കലേ എന്ന് 2 ദിവസത്തിനൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യോഗത്തിന്റെ ഭംഗിക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ ജെയിംസ് സാറിൽ നിന്ന് വിളിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം സ്വാഗതപ്രസംഗം നടത്തിയത്, അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള ആശംസാ പ്രസംഗത്തിലേക്ക് കടക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, എല്ലാവരെയും ദുഃഖത്തിൽ നൽകുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ലൈബ്രറി കാണാൻ പോകുന്നത്. എന്തൊരു പരിപാടി നടത്തുന്നുണ്ടെങ്കിലും ആ പരിപാടിയുടെ നിർമ്മിതമായിട്ട് ആ പരിപാടി നടത്തേണ്ട പ്രധാനപ്പെട്ട യോഗത്തിൽ അധ്യക്ഷം വഹിക്കേണ്ട ആള് അദ്ദേഹം 2-3 മിനിറ്റൊക്കെ വൈകിട്ടാൻ വരാൻ. എങ്കിലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം തുടർച്ചയായി ലണ്ടൻ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന്റെ എല്ലാ പരിപാടികളുടെ അധ്യക്ഷം വഹിക്കുന്ന വ്യക്തി അകാലത്തിൽ നമ്മളെ വിട്ടുപോയി എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖകരമായിട്ട് ഒരു സംഭവം തന്നെയാണ്. ഈ പരിപാടിയിൽ ഈ ജൂൺ മാസം 19 തുടങ്ങി ജൂലൈ മാസം 7 തീയതിയാണ് അവസാനിക്കേണ്ടത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലണ്ടൻ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയാണ് ഈ പരിപാടി കൊണ്ടാടിയിരുന്നത്. ഈ കൊല്ലം ഐവിദാസ് അനുസ്മരണ പരിപാടികളിൽ മാത്രം നാം ആഘോഷിക്കുകയാണ്. ഐവിദാസിനെ കുറിച്ച് പറയുമ്പോൾ
വളരെ വിശദമായിട്ട് അദ്ദേഹത്തെ ഈ ലോകത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള മാനുഷികമായ മൂല്യങ്ങളെ കുറിച്ചൊക്കെ ഉദ്ഘാടകൻ വളരെ സവിസ്തരമായി സംസാരിക്കുകയുള്ളതാണ്. എങ്കിലും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും വിസ്മരിക്കാൻ കഴിയാത്ത അത്രയും ഭഗീരഥ പ്രയത്നങ്ങൾ ഹരിദാസ് കേരളത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള 10-28 സംസ്ഥാനങ്ങൾ എടുത്താൽ അതിൽ 10-ൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വായനശാലകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. നമ്മൾ മുതൽ തിരുവനന്തപുരം കിടക്കുന്ന ഈ കുഞ്ഞിഭൂമിയിൽ ഇത്രയധികം വായനശാല സാധിക്കുന്നതിന് വേണ്ടി ഹരിദാസ് അതുപോലെ തന്നെ ഉയർമണിക്കൊക്കെ തന്നെ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ആ യത്നം നമുക്കെല്ലാവർക്കും വേണ്ടി ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം കൂടി അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന് ഇവിടെ നിയമനിർമ്മാണം നടത്തുന്ന ഒരു ചട്ടക്കൂടും നൽകിയത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസില് ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഭാവത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു നിയമനിർമ്മാണമായി 1990-കളിലെ ആദ്യത്തിലാണ് നടത്തിയത്. അതിനുശേഷം അതുമാത്രമല്ല, ഈ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് നിരവധി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ലൈബ്രറി ഇപ്പം രൂപപ്പെടുന്നത്. പക്ഷേ ഈ ഹരിദാസ് അതിലൊരു പ്രത്യേക പരിഗണന കൂടി നൽകിയിട്ടില്ല. അതായത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വരുമാനത്തിൽ നിന്ന് 2% ഈ ലൈബ്രറി പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാൻ കൊടുക്കണമെന്ന് ഈ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിന് 1-2 പ്രാവശ്യം പുസ്തകങ്ങൾ ശേഖരിക്കുന്ന പരിപാടി, പുസ്തകങ്ങൾ ലഭിക്കുന്ന പരിപാടി, കൂടുതൽ നല്ല നല്ല പുസ്തകങ്ങൾ നടത്തുകയും അവ കാലഘട്ടത്തിന്റെ ആ സവിശേഷതയിലേക്ക് കൊണ്ട് വായിക്കുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രവർത്തിച്ച കാലഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മറക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ത്യയിലെ എത്രയോ 10-28 ഞാൻ നേരത്തെ പറഞ്ഞതാണ് 10-28 സംസ്ഥാനങ്ങളുണ്ട്. നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിച്ചിട്ട് സംസ്ഥാനങ്ങളുണ്ട്. എങ്കിലും ലൈബ്രറി പ്രസ്ഥാനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉയർമണിക്ക് കൊണ്ട് ഹരിദാസിന്റെ കാലഘട്ടത്തില് ലോകത്തിന്റെ പരമായിട്ട് കേരളത്തിലുള്ളതിനോളം നമുക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ദൈനംദിന ദിവസങ്ങളിൽ നമുക്ക് എടുത്ത് വായിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഹരിദാസിനെ പോലുള്ള മഹാരാജന്മാരുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം ആശംസിച്ചുകൊണ്ട് എന്റെ ഈ ആശംസ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുക. നന്ദി പറയുന്നതിന് വേണ്ടി പറയും ആലോചിച്ചത് ഈ വായനാശാലയുമായി ബന്ധപ്പെട്ട് തവണ 2 പരിപാടികളാണ് പരിപാടിയിൽ നേരത്തെ നമ്മുടെ സർവീസിന്റെ ഒരു എക്സസൈസ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പലരും സൂചിപ്പിച്ചു. സാർ അധ്യക്ഷം വഹിക്കുന്ന വേദി എന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാരികമായിട്ട് തോന്നുന്നു, ആശ്രമമായി തോന്നുന്നു. ഇതൊക്കെ എക്സസൈസുകളൊക്കെ നമുക്ക് ചില കാലഘട്ടത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില ആകസ്മികതകളൊക്കെ എനിക്ക് തോന്നും. അധ്യക്ഷത ഒരു നല്ല സൂചനയായിട്ട് കാണാനായിട്ടാണ്. എന്തായാലും ഇവിടെ ഈ പരിപാടിയെ സംബന്ധിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്താനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും പരിചയമായിട്ടുള്ള നമ്മളെല്ലാവരും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആശംസ കെ ഭാസ്കരൻ അധ്യക്ഷനായിട്ടുള്ള സോമൻ സാർ, അതുപോലെ ഇവിടെ കൂടിയുള്ള മറ്റെല്ലാവർക്കും
നന്ദി പറഞ്ഞുകൊണ്ട്